ഇനിയും നിന്നെ ഇങ്ങനെ ഇട്ട് പഴി പറയാനും കുറ്റം പറയാനും കൊത്തിപ്പറിക്കാനും യേശു ഇട്ടുകൊടുക്കില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി, അതെ, ഒത്തിരി കേട്ട് മടുത്തു. പഴി പറച്ചിലും പരിഹാസവും കളിയാക്കലും കുറ്റപ്പെടുത്തലും, അയ്യോ എന്നോ സംഭവിച്ചതിൻ്റെയൊക്കെ പേരിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയതും നടന്നു പോയതും ഒക്കെ ഓർത്തു വച്ച് ഇവർക്കൊക്കെ ഇത്രമാത്രം ഓർമ്മശക്തി ഒന്നല്ലേ. പഠിക്കുന്ന സമയത്ത് ഈ ഓർമ്മശക്തിയൊക്കെ അവർ കാണിച്ചിരുന്നെങ്കിൽ വല്ല കളക്ടറോ ഡോക്ടറോ ഒക്കെ ആയിപ്പോയനല്ലേ. ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ? അങ്ങ് ഓർത്ത് വച്ചിരിക്കുക സഹോദരി. അയ്യോ, അതൊന്ന് മറന്നു പോകാൻ വേണ്ടി എവിടെ മറക്കുമോ? ചില സമയത്ത് അതിങ്ങനെ പുറത്തു വരും. അപ്പോൾ നിൻ്റെ ജീവിതം നരകവുമായിത്തീരും. അയ്യോ, ഓർക്കുമ്പോൾ തന്നെ സങ്കടം അല്ലേ. ചിലരെ കർത്താവ് ചിലത് മറപ്പിക്കുവാൻ പോവുക, നിനക്ക് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി, നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ചിലരൊക്കെ ചിലത് മറക്കാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവ് അതങ്ങനെ ചെയ്യുക. യേശുവിൻ നാമത്തിൽ നിൻ്റെ ജീവിതം സമാധാനത്തോടെ അവിടെ തന്നെ തുടരുവാൻ ചിലരുടെ ഉള്ളിൽ നിന്ന് ചിലതിനെ കർത്താവ് ഡിലീറ്റ് ചെയ്ത് കളയുക. ചില ഫയലുകളെ, ചില കഥകളെ കർത്താവ് ഡിലീറ്റ് ചെയ്ത് കളയുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ മുന്നമേ അങ്ങ് പറഞ്ഞു. ഒരു പ്രവചന ദൂതായി തന്നെ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ആ ദൈവപ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടും. അപ്പോൾ വാക്യത്തോടെ തന്നെ വേണമല്ലോ. നോക്കാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. തുടക്കം ഇങ്ങനെയാണ്. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു മറുപടിയാണ്, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാക്കേണ്ടതിനത്രേ. ദൈവപ്രവൃത്തി ഇവനിൽ. നിങ്ങളിപ്പോൾ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചില്ലേ? ഇവൻ്റെ അപ്പനാണോ, ഇവൻ്റെ അമ്മയാണോ, ഇവൻ്റെ അപ്പൂപ്പനാണോ, ഇവൻ്റെ കൊച്ചപ്പനാണോ പാപം ചെയ്തതെന്ന് കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചില്ലേ? പാപമല്ല, ഇവൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ നാമം ഇതാ മഹത്വപ്പെടുവാൻ പോകുന്നു. അതേ സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വീഴ്ചകളും നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ കുറ്റങ്ങളും കണ്ടുപിടിക്കുവാൻ വളഞ്ഞു നിൽക്കുന്നവരുടെ മധ്യേ ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ മഹത്വപ്പെടുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ. ആ തൊഴിലിടത്തിൽ, അതേ അവിടെ തന്നെ അവർക്ക് പറയുവാൻ 100 കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. നീ അവിടെ തലകുനിക്കേണ്ടി വന്നതിന്, തൊഴിൽ നഷ്ടപ്പെട്ടവനായി നീ മടങ്ങുവാൻ പോകുന്ന സാഹചര്യമുണ്ടായതിന്, പലരും നിനക്ക് ശത്രുക്കളായതിന്, നീ ആഗ്രഹിച്ചത് പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് കാരണം 1000 അവർ പറയും. അവർക്ക് പറയുവാൻ അത്രമാത്രമുണ്ട്. എല്ലാം നിൻ്റെ കുറ്റങ്ങളാണ്, നിൻ്റെ കുറവുകളാണ്, നിൻ്റെ വീഴ്ചകളാണ്. അയ്യോ, കേട്ട് മടുത്തു ഇല്ലേ? അതെ, ആ പറഞ്ഞ് നിന്നെ ഒഴിവാക്കുവാൻ നോക്കുന്നവരുടെ മധ്യേ എൻ്റെ ദൈവം തൻ്റെ നാമം നിൻ്റെ മേൽ വെളിപ്പെടുത്തുവാൻ പോവുക, മഹത്വത്തിനായിട്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവിടെ തന്നെ, ആ രാജ്യത്ത് തന്നെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോവുക. സഹോദരി, ആ കുടുംബത്തിനകത്ത് തന്നെ എവിടെയാണോ നിൻ്റെ കുറ്റം കണ്ടുപിടിച്ചു, എവിടെയൊക്കെ ആളയച്ചു, അതെ, നിന്നെ ഒന്ന് തകർക്കാൻ വേണ്ടി പുതിയ കഥകൾ പറഞ്ഞ് കുറേ കഥകളൊക്കെ പഴകി. അപ്പോൾ ഇപ്പോൾ അത് ഏൽക്കുന്നില്ല. അതുകൊണ്ട് പുതിയ കഥകൾ കണ്ടെത്താൻ നിൻ്റെ നാട്ടിലൊക്കെ ആളയച്ചു, പഠിച്ച സ്ഥലത്തും അല്ലേ. അയ്യോ, എന്നിട്ട് അവർക്ക് പറയണം, നീയാണ് കാരണം, നിൻ്റെ കുടുംബത്തിനകത്ത് പ്രശ്നം വന്നതിന് കാരണം നീയാണ്, നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നതിന്, നിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ, സഹോദര നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം വന്നതിന് നീയാണ് കാരണമെന്ന് പറഞ്ഞ് അവർക്ക് നിന്നെ ഒഴിവാക്കണം. നോക്കൂ, മനുഷ്യൻ എന്ത് ക്രൂരന്മാരല്ലേ. ഇവർ നടക്കുന്നത് യേശുവിൻ്റെ കൂടെയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരെന്നാ പേര്. എന്ത് പേര് കിട്ടിയാലും മനുഷ്യനാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാൽ, ഒരു കഷ്ടത വന്നാൽ, ഒരു കണ്ണുനീരിൻ്റെ അനുഭവം വന്നാൽ ഇവൻ്റെയൊക്കെ തനിക്കുണം പുറത്തു വരും. പിന്നെ അങ്ങോട്ട് ചുരുണ്ടക്കമായി. അന്നങ്ങനെ സംഭവിച്ചോ, ഇന്നിങ്ങനെ സംഭവിച്ചോ. പ്രിയരെ, ഇത് ലോകത്തിൻ്റെ തിയറി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു സമീപനമാണ്. ദൈവത്തിൻ്റെ സമീപനം അതല്ല. നീ വീണോ, നിന്നെ ആരെങ്കിലും തള്ളിയിട്ടോ,
നീ ദൈവനാമത്തിൽ എഴുന്നേൽക്കുവാൻ പോകുക. അതാ ദൈവത്തിൻ്റെ സമീപനം. യെസ്, എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ആമേൻ. നിന്നെ അവർ തള്ളിയിട്ടോ നീ ഓടിപ്പോയി വീണോ, അതൊന്നും എൻ്റെ ദൈവത്തിന് വിഷയമല്ല. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിൻ്റെ മക്കൾ പോയി വീണോ, അവരെ ആരെങ്കിലും തള്ളിയിട്ടോ? നോ, അവരെഴുന്നേൽക്കുവാൻ പോകുക. എൻ്റെ കർത്താവിൻ്റെ നാമം നിൻ്റെ തലമുറകളിലൂടെ അതേ ദേശത്ത് അവർ വീണ സ്ഥാനത്ത്, ഓ ഷബാല റാധോരിയ, യേശുവിൻ നാമത്തിൽ അവളെക്കുറിച്ച് അപവാദ വാക്കുകൾ കേട്ട സ്ഥാനത്ത്, അവളെക്കുറിച്ച് കൽപ്പിത കഥകൾ പറഞ്ഞുണ്ടാക്കിയ സ്ഥാനത്ത്, അവളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി പലരുടെയും മുമ്പിൽ അവളെ ഒരു ചോദ്യ ചിഹ്നമാക്കി നിർത്തിയ സ്ഥാനത്ത് എൻ്റെ ദൈവത്തിൻ്റെ നാമം നിൻ്റെ തലമുറയിലൂടെ മഹത്വപ്പെടുവാൻ പോകുന്നു. ഓ ആമേൻ, സ്തോത്രം. ഒരു നിമിഷം അവർ കടന്നു പോകുമ്പോൾ പുറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അതാണ് ഈ പ്രസ്തുത വായിച്ച വാക്യത്തിന് മുൻപിലെ വാക്യം, അല്ലെങ്കിൽ ആ പശ്ചാത്തലം. ആ ഓർമ്മപ്പെടുത്തൽ തന്നെ ഇവനെ കണ്ടൂടാ. കേൾവി തന്നെ ഇവൻ്റെ ഉള്ളിലുണ്ടാക്കിയ സന്തോഷം എന്തായിരിക്കണം? ഞാനിതാ യേശുവിൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. മീൻസ് എന്തോ ഒന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെയൊക്കെ ഉള്ളിങ്ങനെ പടപടാ ഇടിക്കുക. എന്തോ എന്നെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, എന്തോ സംതിങ് സ്പെഷ്യൽ, എന്തോ ഒന്ന്. യെസ്, നീ അത് പ്രാപിക്കുക. സ്പെഷ്യലായൊന്ന്, ഓ റാബാ ഷേഖേനെ, നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായതൊന്ന്, ഓ റാ ദലമ ഷേഖേനെ റാധോറിയ. ഞാൻ പറയട്ടെ, പ്യുവർ മിറക്കിൾ. യെസ്, ആ ഉദരത്തിൽ കരവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുക. യെസ്, ഉഷബാല റാധൂറിയ ശമന റഥരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നോക്കൂ, ഇവൻ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് ചുറ്റും നിൽക്കുന്നവന്മാർക്ക് അറിയേണ്ടത് ആര് പാപം ചെയ്തു, ആരെന്ത് ചെയ്തു. ഇതൊന്നും എൻ്റെ യേശുവിന് ഒരു വിഷയമല്ല. നിൻ്റെ ഇന്നത്തെ ആ ബലഹീനത ഉണ്ടല്ലോ, ആ പരാജയം ഉണ്ടല്ലോ, ആ കണ്ണുനീര് കാരണമായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ആ പരിതാപകരമായ സാഹചര്യം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുന്നവനല്ല എൻ്റെ യേശു. ആ തകർച്ചയെ മുഖാന്തരമാക്കി എൻ്റെ യേശു തൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്നു. കടക്കാരിയായി നീ തലകുനിച്ച അതേ സ്ഥാനത്ത് ഷോപ്പ് പൂട്ടി ഇറങ്ങി പോകാൻ പറഞ്ഞ താക്കോലിന് വേണ്ടി കൈനീട്ടുന്ന അവരുടെ മുൻപിൽ എൻ്റെ കർത്താവിൻ്റെ നാമം നിന്നിലൂടെ അവൻ ഉയർത്തുവാൻ പോകുന്നു. അവൻ കണ്ടെത്തി, അവൻ നിന്നെ, അവൻ്റെ നാമം ഉയരുവാൻ കഴിവുള്ള ഒരുത്തനെ ഉയർത്തുവാൻ, അവൻ്റെ നാമം ഉയർത്തുവാൻ യോഗ്യമായ ഒരുത്തനെ കണ്ടെത്തി. മനസ്സിലായോ? നിങ്ങൾ കണ്ടെത്തിയെന്നല്ല, എൻ്റെ യേശു കണ്ടെത്തി. അവൻ്റെ നാമം ഉയർത്തുവാൻ യോഗ്യമായ ഒരുവനെ. സഹോദരൻ, നിന്നെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞേ. സഹോദരി, നിന്നെക്കുറിച്ച്. മക്കളെടാ, നിങ്ങളെക്കുറിച്ച്. പൊന്നു മാതാവേ, പിതാവേ, നിങ്ങളെക്കുറിച്ച് തന്നെ. അപ്പോൾ ചോദിക്കേ, പാസ്റ്റർ, പുതിയ കഥ എന്താണ്? എന്ത് യോഗ്യതയാണ്? നിൻ്റെ പരിമിതിയാണ് യോഗ്യത, നിൻ്റെ ഇല്ലായ്മയാണ് യോഗ്യത, നിൻ്റെ കടമാണ് യോഗ്യത, നിൻ്റെ രോഗമാണ് യോഗ്യത, നിൻ്റെ തകർച്ചയാണ് യോഗ്യത, നീ അനുഭവിക്കുന്ന നിന്ദയാണ് യോഗ്യത, നീ അനുഭവിക്കുന്ന പരിഹാസമാണ് യോഗ്യത, നീ അനുഭവിക്കുന്ന ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അപവാദ പ്രവചരണങ്ങൾ മുഖാന്തരം കാതുപൊട്ടിയ അനുഭവമാണ് യോഗ്യത. യോഗ്യനെ എൻ്റെ യേശു കണ്ടെത്തി. ഓ സ്തോത്രം. ഇനി നിന്നിലൂടെ എൻ്റെ കർത്താവ് തൻ്റെ നാമത്തെ അവിടെ ഉയർത്തുവാൻ പോവുക. പിന്നെ ആ അധ്യായത്തിൽ അങ്ങോട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം പറച്ചിൽ ഭയങ്കര ഇതാ. ചിലർ പറയുന്നു ഇവൻ തന്നെയാണ്, വേറെ ചിലർ പറയുന്നു നോ നോ നോ, അവൻ ഒരിക്കലും ഇമ്പോസിബിൾ. ഞാൻ പറയട്ടെ, വരുന്ന നാളുകളിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തിലെ ചർച്ചയായി മാറുവാൻ പോവുകയാണ്. പരസ്പരം പറഞ്ഞ് ആൾക്കാർ തർക്കിക്കുവാൻ പോവുക. സ്തോത്രം. അവനാണ്, ആ കടയാണ്, ആ ചെറുക്കനാണ്, ആ വീടാണ്. ഓ റാ ഷേഖേനെ. പ്രാർത്ഥിക്കും, മൗനമായിരിക്കരുതേ. യെസ്, നോക്കൂ, 9:7 എത്തുമ്പോൾ അവൻ കണ്ണ് കാണുന്നവരെ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഇവൻ ആദ്യം യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ സമീപത്ത് ഇവൻ എത്തുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ സമീപത്തെത്തുന്നത് ഇവൻ കണ്ടുകൂടാത്തവനായിരിക്കുമ്പോഴാണ്. പക്ഷേ അവൻ അടുത്ത് കണ്ണുള്ളവനായി, മീൻസ് കാഴ്ച ഉള്ളവനായി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഇല്ലാത്തവരായി നിങ്ങളിപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഉള്ളവരായി നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക. റെഡിയാണോ?
യേശു ഇനി അവരുടെ മുമ്പിൽ നിന്നെ ഇട്ടുകൊടുക്കത്തില്ല. പ്രാർത്ഥനയോടെ കൂടെ കൂടിക്കോ. വെറും പ്രാർത്ഥന പോരാ, ഉപവാസവും പ്രാർത്ഥനയും ഒരു മടങ്ങി വരവ് നിനക്കൊരുക്കും. ഒഴിവാക്കിയവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തും വിധത്തിലുള്ള ഒരു മടങ്ങി വരവ് ഞങ്ങളുണ്ട്. ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഇതായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി, അതായത് ഇന്നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ, ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ അവസരമുണ്ട്. ഒപ്പം എല്ലാ ദിവസങ്ങളും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്കെന്നൊരു പ്രോഗ്രാമുണ്ട്. ഏകദേശം ജനുവരിയോടുകൂടി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എല്ലാ ദിവസങ്ങളും മുടക്കമില്ലാതെ ടെലികാസ്റ്റ് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ലൈവാണ്. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്കത് ലഭ്യമാകും. അതിനായി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. വലിയ അനുഗ്രഹമായിരിക്കും യേശുവിലേക്കുള്ളൊരു യാത്ര, നിത്യത ലക്ഷ്യമാക്കിയുള്ള യാത്ര. തീർന്നില്ല. ജനുവരി മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഞാൻ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കും. പേഴ്സണൽ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം, നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ചർച്ചിൽ വെച്ചുള്ള മീറ്റിംഗ് അല്ല. എനിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയട്ടെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്യുക, ഉപവാസം ക്രമീകരിക്കുക. വെള്ളിയാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട്. രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ലൈവിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണിക്ക് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് കാട്ടാക്കടയ്ക്ക് സമീപം. അതായത് നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്കും പുലിമുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഒരു തുടക്കമാണ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. നമുക്ക് ഒരുമിച്ച് ആ ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്താൽ ഇവരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇല്ലായ്മകൾ, ഇവരുടെ പരിമിതികൾ, ഇവരുടെ കുറവുകൾ, ഇവരുടെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് പഴിക്കുവാനും കളിയാക്കുവാനും പരിഹസിക്കുവാനും മാറ്റി നിർത്തുവാനുമായ സകല കാര്യങ്ങളെയും അങ്ങയുടെ നാമമഹത്വത്തിനായി സ്വർഗം അങ്ങ് തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. രോഗികളായി ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, സൗഖ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരം ചലിക്കണമേ. രോഗസൗഖ്യം വെളിപ്പെടട്ടെ. ഇപ്പോൾ എല്ലാ രോഗബന്ധനവും അഴിഞ്ഞു മാറട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. വീട്ടിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അസ്വസ്ഥതകളിട്ട് സ്തോത്രം, ആ വല്ലാത്ത അവസ്ഥയിലാക്കുന്ന പൈശാചിക വ്യാപാരം അഴിയട്ടെ. ഓവർ ബ്ലീഡിങ്ങുകൾ മാറിപ്പോകട്ടെ. യെസ്, തലവേദനകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ, ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ. ജോലി തടസ്സങ്ങൾ മാറട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെടുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പോരുകളും, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. മാനുഷികമായും പൈശാചികമായും വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. വർധനവും വിശാലതയും ഇവർ പ്രാപിക്കേണ്ടത് ഇവർ പ്രാപിക്കട്ടെ. ഇവരുടെ അധ്വാനത്തിനേറ്റ പ്രതിഫലമുണ്ടാകട്ടെ. വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. തൊഴിൽ തടസ്സങ്ങൾ മാറട്ടെ. വിദേശങ്ങളിലെത്തി നല്ല ജോലി ലഭിക്കാതെ ആയിരിക്കുന്നവർ നല്ല ജോലികൾ നൽകണമേ. ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ബിസിനസ് മേഖലയെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ. കുടുംബങ്ങൾക്കകത്ത് സമാധാനമുണ്ടാകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബങ്ങളെ തകർത്ത് കളയുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ പോരുകളും അഴിയട്ടെ. റാബ ഷെഖനെ യേശുവിൻ നാമം. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ അങ്ങ് അനുഗ്രഹിക്കണം. വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റമുണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ എഴുതുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകളിൽ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. പണികൾക്ക് പൂർത്തീകരണം ഉണ്ടാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സമയം അടിയൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ.
ഇവർ കരം തൊടുത്തൊക്കെയും അനുഗ്രഹം കൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അതെ, അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. മാത്രമല്ല പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക്. ഈ ലോകത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചുകൊണ്ട് തന്നെ ശക്തമായ പ്രാർത്ഥനയും കൂട്ടായ്മയും നിശ്ചയമായും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറ്റും. ഞങ്ങൾ ഒപ്പമുണ്ട്. കൂടെ കൂടിക്കോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടിക്കോ. നാളെ പകലും ദൈവമനുസരിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ചോ. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.